What's up everyone? Welcome back to another movie review and ഇന്ന് നമ്മൾ സംസാരിക്കുകയാണ് വാർഫെയർ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. ഈ സിനിമ ഞാൻ ഇത് ഇറങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഐമാക്സിൽ പോയി കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് റിവ്യൂ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അതിനെപ്പറ്റി ഞാൻ എൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമേൻ്റെ റിവ്യൂവിൽ ഞാൻ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഇതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കാനും സംസാരിക്കാനും ഉള്ള ഒരു ടൈം കിട്ടി. ഇത് ഞാൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ഇനീഷ്യലി എനിക്ക് ഈ സിനിമയെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ കയറുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പേ ആണ് ഈ സിനിമ ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത്. അറിഞ്ഞ ശേഷം ഞാൻ ചെറിയ റിവ്യൂ കണ്ടു. സാധാരണ ഞാൻ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പേ റിവ്യൂ കാണാറില്ല, ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമ ഐമാക്സിൽ കാണുന്നത് വേർത്തിറ്റാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ഐമാക്സിൻ്റെ ടിക്കറ്റ് പ്രൈസിങ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. 300 രൂപ, 500 രൂപ, 600 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ്. അപ്പം അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ ചാടി കയറി ഐമാക്സ് കാണാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ അത് അത്രയും പൈസ വേസ്റ്റാണ് വെറുതെ ഒരു ഐമാക്സിൽ ഏതെങ്കിലും ഒരു സിനിമ ചാടി കയറി കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ റിവ്യൂ പുള്ളി ഭയങ്കര നല്ല റിവ്യൂ ആണ് ആ സിനിമയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിൽ ഞാൻ കണ്ടു കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ അല്ല ഇത്, എൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇത് എന്ത് സിനിമയായിരുന്നു, ഇത് സിനിമ പോലും ആണോ, ഇതിനാണോ കാശ് വേസ്റ്റ് ചെയ്ത് എന്നൊക്കെ ആ ടൈപ്പ് കുറേ കമൻസ് ആൾക്കാരിങ്ങനെ തിയേറ്ററിൽ നിന്ന് പുറത്ത് നടന്നു പോകുമ്പോൾ പറയുന്നത് കേൾക്കാം. ഇനിയാണ് എൻ്റെ ഈ സിനിമയെ പറ്റിയുള്ള തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് വരുന്നത്. ഈ സിനിമ നിങ്ങൾ കാണണോ വേണ്ടോ? അപ്പോൾ അതിന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതാണ്. നിങ്ങൾ ഹാർഡ് കോർ ആയിട്ട് ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസ് ഭയങ്കര റെഗുലറായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇംഗ്ലീഷ് സിനിമ ആണെന്ന്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ സിനിമ, ഈ മാർവലിൻ്റെ സിനിമയോ അല്ലെങ്കിൽ DC-യുടെ സിനിമ വരുമ്പോൾ അങ്ങനെ മാത്രം, അല്ലെങ്കിൽ ഒരു ടോം ക്രൂസിൻ്റെ സിനിമയോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വല്ല ഫേമസ് സിനിമ വന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ മാത്രം ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതല്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ ഇല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ ഒരു ഒപ്പീനിയനാണ്, ഇത് സ്ട്രിക്ട്ലി ഫോർ ഹോളിവുഡ് ഓഡിയൻസ് സിനിമയാണ് ഇത്, അല്ലെങ്കിൽ മെജോറിറ്റി ഫോർ ഹോളിവുഡ് ഓഡിയൻസാണ്. കാരണം ഇന്ത്യൻ സിനിമയിലെ ആൾക്കാർക്ക് മാസ് സിനിമയാണ് ഇഷ്ടം. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഓരോ 5 മിനിറ്റിലും ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു മാസ് മൂമെൻറ്റ്, അങ്ങനെ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു സിനിമയാണ് ഇന്ത്യക്കാർക്ക് ഇഷ്ടം. അവർക്ക് സ്ലോ ബേൺ സിനിമയൊന്നും ഇഷ്ടമല്ല. ഇത് ഭയങ്കര വളരെ സ്ലോ സിനിമയാണ്. ഇതിനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മൂവി എന്ന് പോലും വിളിക്കില്ല, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു എക്സ്പീരിയൻസാണ്. കാരണം ഇതൊരു വാർ സിനിമയാണ്. വാർഫെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇതൊരു വാർ സിനിമയാണ്. ഇത് ഒരു റിയൽ ലൈഫിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ 2006 ഇറാനിലെ യുദ്ധത്തിൽ പോയ അല്ലെങ്കിൽ പങ്കെടുത്ത കുറച്ച് US നേവി സെയിൽസിൻ്റെ ഒരു ട്രൂ ലൈഫ് ബേസ്ഡ് കഥയാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ എന്ന് പറയുമ്പോൾ ഇവരിതൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയങ്കര ഒരു റിയലിസ്റ്റിക് രീതിയിലാണ് ഇവരിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. റിയലിസ്റ്റിക് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യുദ്ധം വല്ല സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഫോൺ കൊണ്ടുപോയി പിടിച്ച് ആ യുദ്ധം മൊത്തം വീഡിയോ എടുക്കുന്നു, കട്ട് ചെയ്യാതെ, ഒട്ടും ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്യാതെ യുദ്ധം മൊത്തം ഞാൻ വീഡിയോ എടുക്കുന്നു. അതിനെ ഒരു സിനിമയാക്കിയാൽ എങ്ങനെയായിരിക്കും? അതാണ് വാർഫെയർ. ഈ ഹോളിവുഡ് സിനിമ കണ്ടതിനോട് ആ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ വാർ ഫിലിംസ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് ബേസിക്കലി ഈ സിനിമ കാണുമ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് സിനിമ കാണുന്നവരോ അല്ലെങ്കിൽ ഫോറിനെ ബേസ് ചെയ്ത സിനിമ കാണാത്തവർക്കോ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അവർ വിചാരിക്കും ഇതെന്ത് സിനിമയാണ്, ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ അവർ വിചാരിക്കുള്ളൂ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് 50% ഓഡിയൻസിൻ്റെ കമൻറ്റ് ഇത് തന്നെയാണ്. എല്ലാവരും ദേഷ്യത്തോടെ പറയുന്ന കേൾക്കായിരുന്നു. നമ്മളൊരു വോറിൻ്റെ ഇടയ്ക്ക് എന്ന് വീഡിയോ എടുത്താൽ എങ്ങനെ ഇരിക്കും? ഞാനിങ്ങനെ തിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആൾക്കാർ ചാകുന്നു, ആൾക്കാർ ചോരയൊക്കെ തെറിക്കുന്നു, കിടന്ന് കാറുന്നൊന്നും ഞാൻ കട്ട് ചെയ്ത് പോലുമില്ല. ഞാനവിടെ വീഡിയോ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ആൾക്കാർ കാറുന്നൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ആൾക്കാരൊരു 5 മിനിറ്റ് കണ്ടിന്യൂസ് കാറുന്നുണ്ടെങ്കിൽ ഞാൻ ആ 5 മിനിറ്റ് കാറുന്നത് ഞാൻ കാണിക്കും.
അങ്ങനത്തെ ടൈപ്പ് ഒരു സിനിമയാണ് വോർഫെയർ. അപ്പോൾ ഇതിനെ ഒരു സിനിമ എന്നുള്ള രീതിക്കല്ല, അതൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ഒരു ഇന്ത്യൻ ഓഡിയൻസ് ആണെങ്കിൽ കാണേണ്ടത്. ഹോളിവുഡ് ഓഡിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു മാസ്റ്റർ പീസാണ്. പക്ഷേ ഇന്ത്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇത് സിനിമയല്ല, ഇത് വെറുതെ എന്തോ ഒരു സാധനമാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഇതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊക്കെ ഏത് മെൻറ്റാലിറ്റി കൂടെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയാണ് എനിക്ക് ഓവറോൾ ഫീൽ ചെയ്തിരിക്കുന്നത്. ഐമാക്സിൻ്റെ സൗണ്ട്, നിങ്ങൾ ഒരിക്കലും ഐമാക്സിൽ പോയിട്ടില്ലെന്ന് വെച്ചോ, ഐമാക്സിൻ്റെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഈ സിനിമ പോയി കാണണം. കാരണം ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ മാതാവേ, ഭയങ്കര ഒരു സീനുണ്ട്. ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, വാറ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിയുണ്ട്. ആ പട്ടി കുരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മീൻസ് പട്ടീനെ സീനിനകത്ത് കാണിക്കുന്നില്ല, പക്ഷെ പട്ടി കുരയ്ക്കുന്നത് കേൾക്കാം നമുക്ക്. സിനിമ നമ്മളിങ്ങനെ വോറിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാർ ചാകുന്നത്, കുറേ പേര് കിടന്ന് കാറുന്ന് പോയിന്റായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പട്ടി കുരയ്ക്കുന്നു. ഞാൻ മറന്നുപോയി ഞാൻ തിയേറ്ററിലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം. ഞാൻ പുറകോട്ട് നോക്കി. കാരണം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പട്ടി കുരയ്ക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും. ഈ ജനലിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ പട്ടി പുറത്തുനിന്ന് കുരയ്ക്കുക, നമ്മളപ്പോൾ ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ തിരിഞ്ഞ് നമ്മളിങ്ങനെ നോക്കും. അതുപോലെ ഞാൻ മറന്നുപോയി ഞാൻ സിനിമ കാണുകയാണെന്നുള്ള കാര്യം. പട്ടി കുരച്ചപ്പോൾ പട്ടിയുടെ സൗണ്ട് ബാക്കിൽ നിന്ന് വന്നു. അറ്റ്മോസിൻ്റെ സൗണ്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഏതെങ്കിലും മഹാൻ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വോർഫെയർ, ഡ്യൂൺ 2, ഇൻറ്റർസ്റ്റെല്ലർ പോലത്തെ ഏതെങ്കിലും ഒരു സിനിമ ഐമാക്സിൽ ചെന്ന് കണ്ടു നോക്കിയാൽ മതി. അറ്റ്മോസൊക്കെ നിങ്ങൾ മറന്നു. ഐമാക്സിൻ്റെ സൗണ്ടിൻ്റെ 7 അയലത്ത് പോലും അറ്റ്മോസ് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ സൗണ്ട് പുറകിൽ നിന്ന് വന്നു. അതിപ്പോൾ ആൾക്കാർ പറയും അറ്റ്മോസിലും അതാണല്ലോ എന്ന്. പക്ഷെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതല്ലേ ശരിക്കും ഞാൻ വിചാരിച്ചു ശരിക്കും പട്ടി കുരയ്ക്കുന്നതാണ്. പെട്ടെന്ന് ഞാൻ പുറകോട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നത്. സിനിമയുടെ അകത്ത് പട്ടി കുരച്ചാണെന്നാണ് എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ വന്നത്. നമ്മളിങ്ങനെ ഭയങ്കര ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ നമ്മളെല്ലാം മറന്നു, സറൗണ്ടിങ് മൊത്തം നമ്മളെല്ലാം മറന്നു. സിനിമ മാത്രം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പ്ലെയിനൊക്കെ വരുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഡിസൈനും ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ വെല്ലാൻ ഈ വർഷം ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോയെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ്റെ അടുത്ത് പോലും വരാം. ഇതൊരു റിയൽ ലൈഫ് ബേസ്ഡ് ട്രൂ സ്റ്റോറിയാണ്. കഥ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ സിനിമയ്ക്ക് അത് ഹീറോ വില്ലൻ കഥയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞാലേ ഇതൊരു വോറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെന്നൊരു വ്ളോഗ് ഷൂട്ട് ചെയ്താൽ, കട്ട് ചെയ്യാത്ത വ്ളോഗ്, അത് ഷൂട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും, അതാണ് ഈ സിനിമ. ഇതൊരു മോർ ലൈക്ക് ആൻ എക്സ്പീരിയൻസ് ആണ് ദാൻ എ സിനിമ. ഒരു ഇന്ത്യൻ ഓഡിയൻസിനോടാണ് പറയുന്നത്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണും നിങ്ങൾ വോർഫെയർ കാണുവാണെങ്കിൽ കാണേണ്ടത്. റിയലിൽ എന്താണോ സംഭവിച്ചത് അവർക്ക് അതേ കാണിക്കാൻ പറ്റുള്ളൂ. ആൾക്കാർ കാറ് പൊളിക്കുന്നു, കൈയൊക്കെ വിട്ടുപോണ്. വയലൻസ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇത്തിരി ഡാർക്ക് സംഭവമാണ്. 18+ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് 18+ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിയേറ്ററിൽ കയറുമ്പോൾ വല്ല ആധാർ കാർഡോ എന്തെങ്കിലും ഏജിൻ്റെ സംഭവങ്ങളോ കൊണ്ടുപോകണം. അതാണ് എനിക്ക് വോർഫെയറിനെ പറ്റി തോന്നിയത്. എൻ്റെ ഇതിൽ വോർഫെയർ ഒരു ആബ്സല്യൂട്ട് മാസ്റ്റർ പീസാണ്. ഇത് കണ്ടിരിക്കേണ്ട സിനിമയാണ്. സിനിമ ഇഷ്ടമുള്ളവർക്ക്, അല്ലാതെ ഇടയ്ക്ക് ചെന്ന ഒരു ഹോളിവുഡ് സിനിമ കാണുന്നവരോ അല്ലെങ്കിൽ മാർവൽ മാത്രം ഹോളിവുഡായിട്ട് കൺസിഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സിനിമയല്ലത്. പിന്നെ സ്ലോ സിനിമയൊന്നും കാണാൻ പറ്റാത്തവർക്ക് ഉറങ്ങി മരിക്കും നിങ്ങൾ. എനിക്ക് സ്ലോ സിനിമ ബോറടിക്കില്ല, പക്ഷേ എനിക്കും ഒരു ഉറക്കം ഫീല് വരും. കാരണം സ്ലോ ആയത് കാരണം ഉറക്കം ഫീൽ എല്ലാവർക്കും വരും. എനിക്കും ഈ സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട്. കാരണം ഇത് അത്യാവശ്യം നല്ല സ്ലോ ആണ്, പക്ഷേ ഇവർ കാണിക്കുന്നത് കാണേണ്ട സാധനവും കൂടിയാണ്. കാരണം കാണാൻ വേർത്തിട്ടാണിത്, സ്ലോ ആണെങ്കിൽ പോലും. അപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ സ്കിപ്പ് അടിക്കുന്നവരോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് ഇങ്ങനെ സ്കിപ്പ് അടിക്കുന്നവർക്കൊന്നും ഉള്ള സിനിമയല്ല. അത്യാവശ്യം നല്ല സ്ലോ സിനിമ സഹിച്ചിരിക്കാൻ പറ്റുന്ന എനിക്ക് പോലും ഇത് അത്യാവശ്യം സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ മാത്രം സ്ലോ ആയിട്ട് തോന്നി. സ്ലോ എന്ന് പറഞ്ഞാൽ ഇത് വേർത്തിട്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക്, സിനിമ ഇഷ്ടമുള്ളവർക്ക് മാത്രം. അല്ലാതെ ഡോപ്പമീൻ റിലീസിന് വേണ്ടിയുള്ള ഒരു സിനിമ അല്ല ഇത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ. കാസ്റ്റ് മെമ്പേഴ്സിൻ്റെ ഞാനൊരു ഡിസ്പ്ലേ ചെയ്തേക്കാം, ഈ സിനിമയുടെ കാസ്റ്റിൻ്റെ നെയിംസ്. കാരണം പറയാൻ കുറേ പേരുണ്ട്. ഇത് പിന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്
അലക്സ് ഗാർലൻഡ് ആണ്. പിന്നെ ഒരാളും കൂടെ ചെയ്തിട്ടുണ്ട്, അയാളുടെ പേര് എനിക്ക് അറിയത്തില്ല, മെൻഡോസ എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, അന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അലക്സ് ഗാർലൻഡ് ആണ് ഇതിൻ്റെ മെയിൻ ഡയറക്ടർ. സെറ്റ് സിനിമ, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോളിവുഡ് വാർ ഫിലിംസ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോ ഇത് ഐമാക്സ് കാണുവാണെങ്കിൽ ഐമാക്സ് കാണാം, അല്ലെങ്കിൽ കാണണ്ട. ഐമാക്സിലെയാണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ, ഓവറോൾ ഫീല്, ഇതൊക്കെ എല്ലാം ഐമാക്സിൽ തന്നെ ബെസ്റ്റായിട്ട് വരുള്ളൂ. വേറെ എവിടെ പോയി കണ്ടാലും അതൊന്നും കിട്ടാൻ പോകുള്ളൂ. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ വാർഫെയർ. അപ്പോൾ ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട്, അത് നെക്സ്റ്റ് തണ്ടർ ബോൾസ് ആയിരിക്കും. അപ്പോൾ മാർവലിൻ്റെ തണ്ടർ ബോൾസിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.